ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി മ്യൂസിക് സ്കൂളിലേക്കാണോ? അതെ. ഞാനും ചേച്ചിയുടെ കൂടെ വന്നോട്ടെ. എന്തു പറ്റി? അത് എനിക്ക് ഫിദ മാഡത്തിനൊന്ന് പരിചയപ്പെടാനായിരുന്നു. അതെന്തിനാ? ഫിദ മാഡത്തിന് സിനിമാ ഫീൽഡിൽ എല്ലാരും പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഫിദ മാഡത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. ഫിദ മാഡത്തിന് വ്യക്തിപരമായ ബന്ധങ്ങൾ വേണ്ട. പക്ഷെ ഫിദ മാഡം ശ്യാമ മാഡത്തിന്റെ പ്രിയപ്പെട്ടവളല്ലേ? ആ നിലയ്ക്ക് എല്ലാരും അറിയുമല്ലോ. അപ്പോ ഫിദ മാഡം എവിടെയെങ്കിലും എന്നെ ഒന്ന് ശുപാർശ ചെയ്താലോ? അത് നന്നായിരിക്കില്ലേ? വേണ്ട പ്രിയങ്ക, അവരൊന്നും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, ഫിദ മാഡം ചേച്ചിക്ക് അമ്മയെ പോലെയാ. ഇനി ഞാൻ അവിടെ വന്ന ഫിദ മാഡത്തിനെ പരിചയപ്പെട്ട അതിലെന്തെങ്കിലും കുറവ് വരുമെന്ന് തോന്നിയിട്ടാവും. അങ്ങനെ ഒരു തോന്നലേ എനിക്കില്ല. ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്നെ ബുദ്ധിമുട്ടിക്കാം, എന്റെ ജീവിതം ഇല്ലാതാക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ചേച്ചി കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ? എന്തിന്റെ പേരില? നമ്മളെ ചേച്ചി അനീത്യമാണെന്നുള്ളതുകൊണ്ടാ. പക്ഷേ എന്റെ ഈ ആഗ്രഹം ഇപ്പൊ തള്ളിക്കളയുമ്പോ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് അങ്ങനെയൊന്നും മനസ്സിലില്ലായിരുന്നു എന്ന്. എന്തൊക്കെയാ നീ പറയുന്നേ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒരു ആഗ്രഹം, അത് സിനിമയാ. ഫിദ മാഡം വഴി ശ്യാമ മാഡത്തിന് ഒരു ശുപാർശ കിട്ടിയ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ചേച്ചിയെ പോലും. അതല്ല, ഞാൻ പറയുന്നത് നിഷേധിക്കാനാ ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോ. കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എനിക്കൊരു നേട്ടമില്ലാന്ന് എപ്പോഴെങ്കിലും ഒരു മൂലയിലിരുന്ന് ഞാൻ ആലോചിച്ചോളാം. മോളെ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. പിന്നെ മ്യൂസിക് സ്കൂളിന്റെ അന്തരീക്ഷം വളരെ ഒതുങ്ങിയതാ. ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അവർക്ക് മുഷിക്കലൊന്നും തോന്നരുത്. ഓ ശരി. പിന്നെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരെന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിലപ്പോ ഫിദ മാഡം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നീ പ്രതികരിക്കാനൊന്നും പോരുത്. നമ്മുടെ അമ്മ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മ സംസാരിക്കുന്ന പോലെ എന്ന് കരുതിയാ മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നാലേ ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും. നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. നമ്മുടെ തമ്മിൽ എന്തിനാ അത്? ശരി, നീ ഇപ്പോ റെഡിയായിട്ട് വാ. റെഡിയാവാനൊന്നുമില്ല, വാ നമുക്ക് പോവാം.